എന്നിട്ട് നോമ്പ് എല്ലാവർക്കും എങ്ങനെയുണ്ടായി? അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ റമദാൻ മാസത്തിലെ ആദ്യ നോമ്പും കഴിഞ്ഞിട്ടോ. അപ്പോൾ തലേന്ന് നമ്മൾക്ക് കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്താ ഇടത്തായത്തിന് എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഓട്സ് ആക്കിയേക്കാമെന്ന് കരുതി. അപ്പോൾ റോൾഡ് ഓട്സ് എടുത്തു, അതിൽ ബേസിൽ സീഡ്സ് ഇട്ടു, പിന്നെ കുറച്ച് ഡേറ്റ്സ് ഇട്ടു, കാഷ്യൂസ് ഇട്ടു. അപ്പോൾ ആരെങ്കിലും ഈ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇടാം കേട്ടോ. അങ്ങനെ നട്ട്സും ഡേറ്റ്സുമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഇടയത്തായത്തിന് ഞാൻ കഴിച്ചത്. എനിക്കിങ്ങനെ കുറേ ആ ഒരു ലിക്വിഡ്, ഇപ്പോൾ പാലാണെങ്കിൽ പാല്, അല്ലെങ്കിൽ യോഗട്ടാണെങ്കിൽ യോഗട്ട്, അത് കുറേ വേണം കേട്ടോ. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഇടയത്തായത്തിന് എണീച്ചതൊക്കെ കഴിച്ച് വർക്കിംഗ് ഡേ ആയത് കാരണം ഓഫീസിലൊക്കെ പോയി കറക്റ്റ് ബാങ്ക് വിളിക്കാറായപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത്. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഈന്തപ്പഴം, ഫ്രൂട്ട്സ്, പിന്നെന്താ ബർഗറൊക്കെ ഉണ്ടായ. അപ്പോൾ കുക്കുംബർ ജ്യൂസാണ് ഞാൻ കുടിച്ചത്. പിന്നെ ഫ്രൂട്ട്സും വെള്ളമൊക്കെ കുടിച്ചു. ദെൻ ഒരു ബർഗർ മാത്രം കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ഓത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ അത്താഴം കഴിക്കാനായിട്ട് പോയേന്. പുട്ടും നല്ല അടിപൊളി ബീഫ് കറി ആയിരുന്നു കേട്ടോ.